ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ രാവിലെ തന്നെ വിത്തൗട്ട് മേക്കപ്പ് വന്നിങ്ങനെ ഇരിക്കുന്നതിൻ്റെ മെയിൻ റീസൺ ഇന്ന് നോറമോളുടെ മാമോദീസയാണ്. അപ്പോൾ രാവിലെ തന്നെ ഞാനും ചേട്ടയും കൂടെ ഇപ്പോൾ തകർപ്പനായി ഇവിടെ ബലൂണൊക്കെ ഊതി വീർപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് ഊതാനുള്ളൊരു സാധനം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് എവിടെ വെച്ചൊന്നും ഒരു പിടുത്തമല്ല. പിന്നെ പള്ളിയിൽ പോകാൻ സമയമായതുകൊണ്ട് തന്നെ ഞങ്ങൾ ഓർത്തു നമ്മൾ തന്നെ അങ്ങ് ഊതി സെറ്റാക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ താരം നോറമോൾ. കൊച്ചിൻ്റെ ആണ് മാമോദീസ. ഇക്കു ചേട്ടനെയൊക്കെ നിങ്ങൾക്ക് അറിയാൻ തോന്നുന്നു. അവൻ്റെ കല്യാണ വ്ളോഗും ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. കല്യാണം, മെറ്റേണിറ്റി ഫോട്ടോഷൂട്ട് എല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ കൊച്ചുണ്ടായി, കൊച്ചിന് മാമോദീസയായി കഴിച്ച് എന്ത് ചെയ്യാൻ. ഇത് നമ്മുടെ വീട്ടിൽ തന്നെയാണ് വെച്ച പരിപാടികളും കാര്യങ്ങളൊക്കെ കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ പള്ളിയിലോട്ട് പോയി. പിന്നെ കുറച്ച് നേരം അവിടെ കുറച്ച് ഫോട്ടോഷൂട്ട്സും പരിപാടികളും. പിന്നെ നമ്മുടെ ആൻറ്റിമാരെയും ചേച്ചിമാരെയും എല്ലാവരെയും കണ്ടു. ഭയങ്കര ക്ലോസ് സർക്കിളായിട്ടുള്ള ആൾക്കാരെ മാത്രമേ വിളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. വളരെ വേണ്ടപ്പെട്ട ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചെറിയൊരു ഫംഗ്ഷനാണ് കേട്ടോ. കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് കേട്ടോ ഫാമിലി മെമ്പേഴ്സിനെ എല്ലാവരെയും കാണുന്നത്. കുറച്ച് കസിൻസിന് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരും ഞങ്ങൾ നല്ല രീതിക്ക് മിസ് ചെയ്യുന്നുണ്ട്. പറഞ്ഞില്ല എന്ന് വേണ്ട. പിന്നെ എൻ്റെ ഈ വ്ളോഗ് കാണുന്ന എൻ്റെ ഫാമിലിയിലുള്ള ആൾക്കാർ തന്നെയാണെന്ന് എനിക്കറിയാം. പിന്നെ മുഖവരീൻ്റെ ആവശ്യമില്ല, ഇന്ന ആൾക്കാരൊന്നും പറയേണ്ട ആവശ്യമില്ല. പിന്നെ പുറമേ നിന്ന് ആരെയും കാണുവാണെങ്കിൽ മാത്രമാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യം. എനിവേ പിന്നെ ഞങ്ങൾ നേരെ അപ്പച്ചിയുടെ കല്ലറയിലോട്ട് പോയി പ്രാർത്ഥിച്ചു. പിന്നെ പള്ളിയിലോട്ട് കയറാൻ വേണ്ടിയുള്ള പുറപ്പാടാണ് കേട്ടോ. സ്മിത ചേച്ചിയും ഹസ്ബൻഡും എല്ലാവരും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ നേരെ പള്ളിയിലോട്ട് കയറി. അച്ഛൻ കെട്ടിനും ഈ അച്ഛൻ തന്നെയായിരുന്നു. അച്ഛൻ തന്നെയാണ് കേട്ടോ നമുക്ക് മാമോദീസ മുക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. മാമോദീസ മുങ്ങുന്ന മറിയ ആയ ഞാൻ സാത്താനെ, നിന്നെയും നിന്റെ സകല സൈന്യങ്ങളെയും നിന്റെ സകല ദൂതന്മാരെയും നിന്റെ എല്ലാ വഞ്ചനയെയും നിന്നെക്കുറിച്ചുള്ള എല്ലാ ഭയത്തെയും ഉപേക്ഷിക്കുന്നു. അങ്ങനെ ഒഫീഷ്യലി നമ്മുടെ പരിപാടിയും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. രാവിലെ തന്നെ കുർബാന ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ജസ്റ്റ് മാമോദീസിൻ്റെ പരിപാടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങൾ 0 മലങ്കരയാണ്. ഞങ്ങളുടെ കുർബാന തന്നെ 2 മണിക്കൂറാണ്. മാമോദീസിൻ്റെ കാര്യം പറയണോ, 1 മണിക്കൂർ എടുത്തു. അച്ഛൻ നല്ല വിസ്തരിച്ചാണ് മുക്കിയത്. കുഴപ്പമില്ലായിരുന്നു കേട്ടോ, നല്ലതായിരുന്നു. എല്ലാവരും ഉണ്ടായിരുന്നു. ഇത് ഞങ്ങളുടെ 0 മലങ്കരയിലുള്ള രീതിയാണ് മാമോദീസ മുക്കുന്നതിൻ്റെ. പിന്നെ നല്ല പഴക്കമുള്ള പള്ളിയാണ്. അതാണ് ഈ ഭിത്തിയൊക്കെ പൊളിഞ്ഞിരിക്കുന്നത്. ഇനി കണ്ടിട്ട് പെയിൻ്റ് അടിക്കാൻ പൈസയില്ലെന്ന് ചോദിച്ചാൽ ആരും കമൻറ്റ് ഇട്ട് വരരുത്. പഴഞ്ചൻ പള്ളിയാണ്. പിന്നെ നമ്മുടെ അടുത്തും ഇല്ല ഫുള്ളും സ്പോൺസർ ചെയ്ത് കൊടുക്കാൻ. യൂട്യൂബൊക്കെ നല്ല രീതിക്ക് മോണിറ്റൈസൊക്കെ ആവുകയാണെങ്കിൽ എന്തായാലും നമ്മൾ പള്ളി പെയിൻ്റ് അടിച്ച് കൊടുക്കും. ഓക്കെ. എനിവേ അങ്ങനെ നമ്മുടെ അച്ഛൻ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ ഇടയ്ക്കാണ് ഈ ചേട്ടയും ചേച്ചി ഇതാ കൊച്ചിനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. വല്ലാത്തൊരു നല്ലൊരു മൊമെൻ്റ് ആയിരുന്നു. നൈസ്. എനിവേ നോറം ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ അച്ഛൻ ശുശ്രൂഷകൾക്ക് ഒടുവിൽ കൊച്ചിനെ മാമോദീസ മുക്കിയിരിക്കുന്നു. അങ്ങനെ ഒഫീഷ്യലി നോറ മറിയം ജോസഫ് എന്നിട്ട് ജീവിതത്തിലോട്ട് വായൊക്കെ കുഴഞ്ഞങ്ങ് പോണ്. ഒഫീഷ്യലി ക്രിസ്ത്യാനി ആയിരിക്കുന്നു. പ്രശ്നം തീർന്നല്ലോ. സക്സസ്ഫുള്ളി ഞാനത് പറഞ്ഞു തീർത്തിരിക്കുന്നു. അങ്ങനെ നമ്മുടെ നോറമോളുടെ മാമോദീസ ഇവിടെ കഴിഞ്ഞു. കൊച്ചിനെ വെള്ളത്തിലൊക്കെ അച്ഛൻ നന്നായിട്ട് ഞാനോർത്ത് മുക്കിയെടുക്കുമെന്ന്. എന്തായാലും കുഴപ്പമില്ല, തെളിച്ചേ വിട്ടുള്ളൂ. ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. അങ്ങനെ മോറാനൊക്കെ തേച്ച് കൊച്ച് സെറ്റായി. പിന്നെ അതിന് ശേഷം നമ്മുടെ ആൾത്താരെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ മുത്തി കൊച്ചിനെ ഇങ്ങനെ തിരിച്ചു കൊണ്ടുവരും. അതൊക്കെ ഇവിടുത്തെ ഒരു കൾച്ചർ, ഒരു രീതിയാണ്. ഓരോ സ്ഥലത്തും ഓരോ പോലെയല്ലേ. ഇപ്പോൾ ഇവിടെ ഇങ്ങനെയാണ്, ഞങ്ങളുടെ 0 മലങ്കരയിൽ ഇങ്ങനെയാണ് കേട്ടോ. അതിനുശേഷം ചേച്ചിയും ചേട്ടയും കൂടെ ചേർന്ന് കൊച്ചിന് ഉടുപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഫോട്ടോസ് എടുക്കാനുള്ള പദ്ധതിയാണ് കേട്ടോ. ഫോട്ടോസ് ഇത്തവണ നമുക്ക് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നത് ജിത്തു ചേട്ടനാണ്. സോ പുള്ളിക്കാരൻ്റെ സ്റ്റുഡിയോൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. സോ നിങ്ങൾ നല്ലൊരു ഫോട്ടോഗ്രാഫിനെ അന്വേഷിച്ച് നടക്കുകയാണ് ഗുള്ളൂരാണെങ്കിൽ, വേറെ എവിടെയാണെങ്കിലും പുള്ളിക്കാരനെ വിളിച്ചാൽ മതി. പുള്ളിക്കാരൻ വരും. നല്ല അഫോർഡബിൾ റേറ്റിന് കണ്ടറിഞ്ഞ് നല്ല രീതിയിൽ നല്ല ഫോട്ടോസ് എടുത്ത് തരും. സോ ഡീറ്റെയിൽസ് ഞാൻ എന്തായാലും കൊടുത്തേക്കാം. പിന്നെ അതിന് ശേഷം ഫുഡ് കഴിക്കലാണ് അടുത്ത മെയിൻ പരിപാടി. നമുക്ക് ഇത്തവണ ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റാക്കി തന്നിട്ടുള്ളത് കുട്ടൂസ് കാറ്ററിംഗ് ആണ്. സോ നിങ്ങൾ ഗൂഡല്ലൂരാണെങ്കിൽ നല്ലൊരു കാറ്ററിംഗ് സർവീസ് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ടും ഇവരെ ചെക്കൗട്ട് ചെയ്ത് നോക്കാം. സോ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നല്ല ഫുഡായിരുന്നു. ചേച്ചിമാർ തന്നെ വന്ന് വിളമ്പി തരും. നമ്മൾ പോയി ഇരുന്ന് കഴിച്ചാൽ മതി. അത്രയും പീസ്ഫുള്ളാണ് നമ്മൾ ഇവർക്ക് കാറ്ററിംഗ് സർവീസ് കൊടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ ഡീറ്റെയിൽസ് ഞാൻ എന്തായാലും കൊടുത്തേക്കാം. നിങ്ങൾ എന്തായാലും ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. പിന്നെ മെയിനായിട്ട് ഞാൻ ഒരാളെ കാണിച്ചു തരാം. ഇവിടെ ഒരു ഫേമസ് യൂട്യൂബറാണ് കേട്ടോ. അക്വാട്ടിക് എന്നാണ് അവരുടെ യൂട്യൂബ് ചാനൽ. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, എന്തായാലും നോക്കുക. അതിനുശേഷം നമ്മുടെ മെയിൻ കലാപരിപാടി നമുക്ക് കിട്ടിയ ഗിഫ്റ്റ്സ് ഒക്കെ അൺബോക്സ് ചെയ്യൽ ഒരു വല്ലാത്തൊരു അപാരതകൾ തന്നെയായിരുന്നു. എല്ലാവരുടെയും മാക്സിമം ഞാൻ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഉടുപ്പുകൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എന്നോടൊന്ന് ക്ഷമിക്കുക. വന്നവരെല്ലാവരും 2-3 ജോഡി വീതം എല്ലാവരും ഉടുപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. കൊച്ചി പെട്ടത് ഇതാണ്ട പറഞ്ഞ മാതിരി വളർന്നു പോകും. അപ്പോൾ ഡെയിലി ഓരോ ഡ്രസ്സ്, അല്ല ഡെയിലി 3 ഡ്രസ്സ് വീതം മാറിയാലാണ് ഈ എല്ലാ സെറ്റും കൊച്ചിനെ കൊണ്ട് ഇടിയിക്കാൻ പറ്റുള്ളൂ.
ഇത്ര ഡ്രസ്സ് കിട്ടിയിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും വൈകുന്നേരം കൂടിയിരുന്ന് പെട്ടെന്ന് അറിഞ്ചും പുറഞ്ചും പൊളിക്കുമായിരുന്നു. പിന്നെ വീഡിയോ എടുക്കണമല്ലോ, അപ്പോൾ ലാഗ് അടുപ്പിക്കാനും പറ്റില്ല. അപ്പം ഞാൻ കുറച്ച് സ്പീഡാക്കിയിട്ടുണ്ട്. ഇതാ മായയുണ്ട്, മായിരുന്ന പോലും മായും ചേട്ടയും കൂടെ ഇരുന്ന് അറിഞ്ചും പുറഞ്ചും പൊളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചേച്ചി അത് നോക്കുന്നുണ്ട്, എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്നത്. നല്ല നല്ല ഉടുപ്പുകളാണ് കിട്ടിയിരുന്നത്. മെയിനായിട്ട് ചക്രവർത്തിക്കാരൻ ഞങ്ങൾക്ക് എന്തെങ്കിലും ഇത്തവണ കുറച്ച് കമ്മീഷൻ പോലെ തരണം. ഫുള്ളും പകുതി ഉടുപ്പുകളും ചക്രവർത്തിയിൽ നിന്നാണ് വന്നേക്കണം. അപ്പോൾ കൂടുതൽ ചക്രവർത്തിക്കാർ ഈ വീഡിയോ കാണുവാണെങ്കിൽ നിങ്ങളുടെ കടയിൽ നിന്നാണ് കേട്ടോ നമുക്ക് ഉടുപ്പുകളും കാര്യങ്ങളൊക്കെ വന്നേക്കണം. അപ്പോൾ നമ്മളെയും ചെറുതായിട്ട് ഓർക്കണം, നിങ്ങളുടെ ഒരു ഭാഗമായിട്ടുണ്ട്. സെയിൽ നന്നായിട്ട് നടന്നിട്ടുണ്ട്. പിന്നെ നല്ല നല്ല ക്യൂട്ട് ഉടുപ്പുകളാണ്. ഇതൊക്കെ കൊച്ചിന് ഇട്ട് കാണണമെന്ന് ഓർക്കുമ്പോൾ നൈസ്. ഫോട്ടോസൊക്കെ എടുക്കുന്നതായിരിക്കും. ഫോട്ടോസൊക്കെ എടുത്ത ഉടനെ ഇത് ആരൊക്കെ അയച്ചു തന്നിട്ടുള്ളതെന്നൊക്കെ ഇപ്പോൾ ഓർമ്മയുണ്ട്. അപ്പോൾ ഓർത്തില്ലെങ്കിലും സ്റ്റാറ്റസ് ഇട്ട് ഞാൻ കാണിക്കുന്നതായിരിക്കും. പിന്നെ ഈ സമയത്ത് ഞങ്ങളുടെ ഒരു ഫംഗ്ഷന് വിളിച്ച് വന്ന എല്ലാവർക്കും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പേരിൽ നന്ദി അറിയിച്ചു കൊള്ളുന്നു. ഇത്രയ്ക്കും മുഖവരീൻ്റെ ആവശ്യമില്ലെന്ന് എനിക്കറിയാം, എന്നിരുന്നാലും പറയണമല്ലോ. എന്തായാലും അങ്ങനെ ഞങ്ങളുടെ നോറം മറിയം ജോസഫിൻ്റെ മാമോദീസ കഴിഞ്ഞു. ഒഫീഷ്യലി ഷീസ് എ ക്രിസ്ത്യൻ. അല്ലെങ്കിലും ക്രിസ്ത്യൻ തന്നെയാണ്, എന്നാലും നമ്മുടെ കയ്യിൽ അങ്ങനെയാണല്ലോ. നല്ല രീതിക്ക് ചേട്ടയും ചേച്ചിയും കൂടെ കൊച്ചിനെ നല്ല രീതിക്ക് ദൈവികമായി വളർത്തിക്കൊണ്ട് വരട്ടെ. പിന്നെ ഇനി അടുത്ത ഫാമിലി ഫംഗ്ഷൻ ഇനി എന്തായിരിക്കും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് വരുമ്പോഴത്തേനും പ്രോബബ്ലി എൻ്റെ ചേച്ചീൻ്റെ കല്യാണമായിരിക്കും അടുത്ത ഫാമിലി ഫംഗ്ഷനായിട്ട് വരുന്നത്. നോക്കാം. അതിനുള്ളിൽ എൻ്റെ ചേട്ടന്മാരാരെങ്കിലും ഇടയ്ക്ക് കയറി ഗോളടിച്ച് ഒരു കൊച്ചും കൂടെ ഉണ്ടാവുകയാണെങ്കിൽ അവരുടെ മാമോദീസ മെറ്റേണിറ്റി മാമോദീസ അങ്ങനെ കിട്ടുന്നതായിരിക്കും. നോക്കാം. അതിനുള്ള യോഗം ഇപ്പോൾ കാണുന്നില്ല. പ്രോബബ്ലി എൻ്റെ ചേച്ചീൻ്റെ കല്യാണം തന്നെയായിരിക്കും. എൻ്റെ ചേച്ചി ഇത് കാണുവാണെങ്കിൽ ഞാൻ തല്ലി ഓടിക്കരുത്. പുള്ളിക്കാരിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു വരണമെന്ന്. പക്ഷേ ഡ്യൂട്ടീൻ്റെ ഒരു പ്രശ്നം കാരണം കൊണ്ട് വരാൻ പറ്റിയില്ല. എനിവേ എല്ലാവരും ഈ വ്ളോഗ് കാണുമ്പോഴത്തേനും സന്തോഷമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. പകുതി ഞാൻ കുറേ കട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ. എല്ലാം ഇങ്ങനെ ലാഗ് അടുപ്പിക്കണ്ടല്ലോ, ഇങ്ങനെ വലിച്ച് വാരി ഇടണ്ടല്ലോ. അതുകൊണ്ട് കുറേ ഇതാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ആക്റ്റീവായിട്ട് വീണ്ടും പൊളിക്കൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അങ്ങോട്ടേക്ക് ഫുള്ളും ഓരോരോ ഉടുപ്പുകളെ പൊളിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നത്. എന്ത് പറയാനാ. സോ ഇത് ആരൊക്കെ തന്നതെന്ന് എനിക്ക് സെപ്പറേറ്റ് ഒരു പേരൊന്നും പറയാൻ പറ്റില്ല. അപ്പം നിങ്ങളുടെ ഉടുപ്പ്, നിങ്ങൾ കൊടുത്ത ഉടുപ്പ് ഈ സെക്ഷനിൽ കാണുവാണെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഈ ഉടുപ്പ് ഞങ്ങളുടെയാണെന്ന് പറഞ്ഞ് ഒന്ന് കമൻറ്റ് ഇട്ടാൽ മതി. ഓക്കെ. പിന്നെ നമുക്ക് ഒരേ മോഡലിൽ തന്നെ 2 സെറ്റ് ഡ്രസ്സ് കിട്ടിയിട്ടുണ്ട്. എനിവേ അതിൻ്റെ കളർ രണ്ടായത് ഭാഗ്യമായിപ്പോയി. ഇല്ലെങ്കിൽ പണി കിട്ടിയിട്ടുണ്ടാവും. എല്ലാവരും പിന്നെ ഒരേ കടയിൽ നിന്ന് എടുത്താൽ പിന്നെ ഒരേ മാതിരിയല്ലേ ഇരിക്കുക. എന്തായാലും ക്യൂട്ട് ഡ്രസ്സസ്സാണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നോറ ഉടനെ ഈ ഡ്രസ്സുകളൊക്കെ ഇട്ടിട്ട് ഫോട്ടോ സ്റ്റാറ്റസിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ വരാൻ പറ്റാത്ത കസിൻസൊക്കെ ഈ വീഡിയോ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് സന്തോഷമായെന്ന് എനിക്കറിയാം. എല്ലാവരും ഞങ്ങൾ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. മിസ് ചെയ്യാത്തൊന്നുമില്ല. നിങ്ങളില്ലാത്തതിൻ്റെ വിഷം ഞങ്ങളുടെ മുഖത്തുണ്ട്. എനിവേ നിങ്ങൾ ഫംഗ്ഷനോ വന്നില്ല, അറ്റ്ലീസ്റ്റ് വീഡിയോ കാണുമ്പോഴെങ്കിലും ഒരു ഹായ് ഒക്കെ ഇട്ടിട്ട് ഒന്ന് നിങ്ങളുടെ പ്രസൻസ് അറിയിക്കേണ്ടതാണെന്ന് അഭ്യർത്ഥിച്ചു കൊള്ളുന്നു. ഇതാണ് കേട്ടോ. ഫുള്ള് അറഞ്ചം പറഞ്ഞും കീറിപ്പറിച്ചൊക്കെയാണ് സാധനങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പോൾ വേറെ ഒന്നുമില്ല. വേറെ എന്താണ്, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക, തെറിയല്ലാതെ. പിന്നെ വീഡിയോസ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് പറയേണ്ട ആവശ്യമില്ല കേട്ടോ. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മിണ്ടാതെ ഇറങ്ങിപ്പോക്കോളാം. അപ്പോഴത്തുള്ള ഗൈസ് എല്ലാവരും നല്ല രീതിക്ക് ഇരിക്കുന്നു വിചാരിക്കുന്നു. അടുത്ത ഫംഗ്ഷനിൽ എല്ലാവരെയും കാണുന്നതായിരിക്കും. അൺടിൽ അതർ ദെൻ ഇറ്റ്സ് മീ എന്ന ഷജി. ഇത് വല്ലാത്ത പൊളിക്കലായി പോയിട്ടോ അമ്മായ. എൻ്റെ പൊന്നോ, എങ്ങനെയുള്ള സാധനം പുറത്തെടുക്കണം, അത്രയും ഇതൊക്കെ ഒട്ടിച്ച് വെച്ചേക്കുക. പറഞ്ഞിട്ട് എന്താ കാര്യം. ഇത് നല്ലൊരു ഭംഗിയുണ്ട്. പിന്നെ കുറേ പിങ്ക് ഉടുപ്പാണ് കേട്ടോ കിട്ടുന്നത്. ഞാൻ അടുത്ത ഫംഗ്ഷനിൽ എല്ലാവരും കളേഴ്സ് മാറി എടുക്കണമെന്ന് അഭ്യർത്ഥിച്ചു കൊള്ളുന്നു. പിന്നെ ഇതുപോലത്തെ ഹാമ്പേഴ്സൊക്കെ തരുവാണെങ്കിൽ കുറച്ചും കൂടി ഉപകാരമാകും ഉടുപ്പുകളെക്കാട്ടിലും. ഇതാണെങ്കിൽ എന്തായാലും കൊച്ചു കുളിക്കുമല്ലോ. അപ്പം എൻ്റെ ഒരു സജഷനാട്ടോ. ഉടുപ്പ് തന്നവർ ഇനി അയ്യോ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെന്നൊന്നും പറഞ്ഞ് വരരുത്. എൻ്റെ ഒരു സജഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എനിവേ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പോൾ അത്രയുള്ളൂ ഗൈസ്. വേറെ ഒന്നുമില്ല. ഇനി ഞാൻ അധികം പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല. എല്ലാം പൊളിച്ച് നിലത്തിട്ടിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അത്രയുള്ളൂ ഗൈസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.